ഹായ് എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനോ വൈകിട്ട് തയ്യാറാക്കാനോ ഒക്കെ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇതൊരു അവൽ വെച്ചിട്ടുള്ളൊരു ഊത്തപ്പം എന്നോ അല്ലെങ്കിൽ ഒരു അവൽ വെച്ചിട്ടുള്ളൊരു വെജ് പാൻ കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പ്രധാനമായിട്ട് അവലാണ്. ഞാനിവിടെ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അവൽ ഇപ്പോൾ ബ്രൗൺ കളർ അവലോ അല്ലെങ്കിൽ വെള്ള അവലോ ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. പിന്നെ കളറ് ആ ഒരു കളറായിരിക്കുന്നേ ഉള്ളൂ. വെള്ള അവലാണെങ്കിൽ നല്ല വെള്ള നിറത്തിൽ കിട്ടും. ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് റവയാണ്. 1/2 കപ്പിനടുത്ത് റവ എടുത്തിട്ടുണ്ട്. റവ വറുത്ത റവയോ വറുക്കാത്ത റവയോ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വറുക്കാത്തതാണ് എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു തരികളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവലും അതുപോലെ തന്നെ റവയും കൂടെ നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തൈരാണ്. തൈര് ഞാനിപ്പോൾ നല്ല പുളിയുള്ള തൈരാണ്. അതുപോലെ കട്ട തൈരായതുകൊണ്ട് 1/4 കപ്പ് ചേർക്കുന്നുള്ളൂ. ഇനി പുളിയില്ലാത്ത അധികം കട്ടിയില്ലാത്ത തൈരാണെങ്കിൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1/2 കപ്പ് തൈര് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു എരിവിന് വേണ്ടിയിട്ടൊക്കെ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 2 വലിയ പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ പച്ചമുളകൊന്നും കടിക്കുകയില്ല. അതുപോലെ ആ മാവിൽ നല്ല കുറച്ചൊരു എരിവും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അരക്കുന്ന സമയത്ത് ഒത്തിരി കട്ടിയാന്ന് തോന്നിയാൽ മാത്രം വെള്ളം ആവശ്യത്തിന് ചേർത്താൽ മതി. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടി വേണം കേട്ടോ. ഒത്തിരി ലൂസായിട്ടുള്ളൊരു ബാറ്ററല്ല നമുക്കിതിന് വേണ്ടത്. ഇതുപോലെ കുറച്ച് കട്ടിയിലുള്ളൊരു ബാറ്ററായിട്ടാണ് എടുക്കേണ്ടത്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ആ മിക്സി ഒന്ന് കഴുകിയിട്ട് നമുക്ക് ആ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാവ് ആ കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടും. ഒത്തിരി ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അതൊരു പകുതി സവാള ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ പകുതിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ സവാളയും അതുപോലെ തക്കാളി പിന്നെ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ക്യാരറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ പകുതി ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു ചതച്ച മുളകാണ് ചേർക്കുന്നത്. അത് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകിൻ്റെ എരിവ് ഓൾറെഡി ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കാം. പിന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ ആ റവയിലേക്ക് വെള്ളമൊക്കെ കുതിർന്നിട്ട് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം പിന്നെ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാവൊന്ന് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ ഏതെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറുതാകുമ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ്. അപ്പോൾ വലുതായിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാവിന് ഇത്രയും ഒരു കട്ടി വേണം, എന്നാലേ നന്നായിട്ട് കിട്ടുള്ളൂ. ഒത്തിരി ലൂസായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. സവാളയും അതുപോലെ തന്നെ തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഞാൻ ഇതിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സൈഡൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഇനി അപ്പുറത്തെ വശം വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
ഇപ്പോൾ ഇതാ 2 സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ മുകളിലിട്ട പച്ചക്കറിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ അവൽ വെച്ചിട്ടുള്ള ഊത്തപ്പം അല്ലെങ്കിൽ വെജ് പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ബാക്കിയുള്ള വേറെ പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഉണ്ട് ഇതിന്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഊത്തപ്പം അല്ലെങ്കിൽ വെജ് പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്യാരറ്റൊക്കെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചട്നി കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് മുക്കിയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടനും അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്